ഒരുപാട് ദിവസമായി ആലോചിക്കുന്നു ഈ സിനിമ കാണണോ വേണ്ടിയോ എന്ന്. ഫൈനലി അതിൽ നിന്ന് കണ്ടു. ഒരു ഷോ വന്ന സമയത്ത് കണ്ടു. ആൾക്കാരിങ്ങനെ ഭയങ്കര മിക്സഡ് റിവ്യൂ പറഞ്ഞൊരു സിനിമയാണ്. പക്ഷേ അതിൻ്റെ കൂടെ പറയുന്നുണ്ട് ഇപ്പം കഥ വലിയ കാര്യമായിട്ടില്ലെങ്കിലും അതിൻ്റെ 3D എഫക്ട്സ് ഒക്കെ ഗംഭീരമാണ്, വിഷ്വൽ സ്പെക്ടക്കിളാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്കൊരു ഇൻട്രസ്റ്റ് വന്നത്. അങ്ങനെ ഇന്നൊരു ഷോ വന്ന സമയത്ത് പടം പോയി കണ്ടു. IMAX 3D ഫോർമാറ്റിലാണ് കണ്ടത്. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു. പറഞ്ഞു വന്ന വേറെ ഒന്നുമല്ല, ട്രോൺ സീരീസിലെ ട്രോൺ ഏരിസ് എന്ന പുതിയ സിനിമയെക്കുറിച്ച് ഞാൻ പറയുന്നത്. ഇതിൻ്റെ മുൻപ് വന്ന ഇതിൻ്റെ പാർട്ട് 1ഉം പാർട്ട് 2 ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതിൻ്റെ ട്രെയിലറും ഞാൻ ഒന്നും കണ്ടിട്ടില്ല. പക്ഷേ എനിക്ക് ഈ 3D സിനിമകൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് IMAX ഫോർമാറ്റിൽ. അപ്പോൾ കുറച്ചൊരു എൻ്റർടൈൻഡ് ആവാമെന്ന രീതിയിൽ ആണ് സീറോ എക്സ്പെക്റ്റേഷൻസിൽ പോയത്. എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു 3D എഫക്ട്സിൽ. പടം തുടങ്ങി കംപ്ലീറ്റ് എന്താ പറയുക, ഒരു 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 മാജിക്കൽ വേൾഡ് എന്നൊക്കെ പറയില്ലേ, മാജിക്കൽ വേൾഡിലാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ പ്രത്യേകിച്ച് പറയാനും ആ ഒരു എൻ്റർടൈനിങ് ഫാക്ടർ ഒന്നും തന്നെ ഇല്ല. ചുമ്മാ കുറേ 3D എഫക്ട്സ് ഉണ്ട്, കുറച്ച് കളർഫുള്ളാണ്, കുറേ ആൾക്കാർ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ എറിഞ്ഞിട്ട് കളിച്ചു കൂട്ടുന്നുണ്ട്. ബേസിക്കലി സ്റ്റോറി ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് എന്താ പറയുക ടെക്നോളജി കമ്പനീസ് ഉണ്ട്, കോമ്പറ്റീറ്റേഴ്സാണ്. അപ്പോൾ ഒരു ബ്രേക്ക് ത്രൂവിന് വേണ്ടി കാത്തിരിക്കുന്ന രണ്ട് കമ്പനിയും വേണ്ടിയിട്ട്. അപ്പം പിന്നെ ഇവർ രണ്ടുപേരും കുറേ സോഫ്റ്റ്വെയർസൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. സോഫ്റ്റ്വെയറിനകത്ത് കാണിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയറിനകത്തുള്ള പ്രോഗ്രാംസിന് ജീവൻ വെക്കുന്നു. പിന്നെ AI വേൾഡ്, ഇപ്പം AI എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ബസ് വേർഡാണല്ലോ. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈ പ്രോഗ്രാമിനകത്തുള്ള വേൾഡാണ് നമുക്ക് കാണിച്ചിരുന്നത്. അവിടെ വേറൊരു വേൾഡ് ഉണ്ട്. പിന്നെ അതിനകത്ത് പ്രോഗ്രാംസ് എല്ലാം ഓരോ ക്യാരക്ടേഴ്സായിട്ട് കാണിച്ചിട്ടുണ്ട്. അതിലൊരു ക്യാരക്ടർ തന്നെയാണ് ഇതിൽ ഹീറോ. കോൺസെപ്റ്റൊക്കെ രസമുണ്ട്. പക്ഷേ ഞാൻ ലോജിക്കൊന്നും സിനിമ കാണുമ്പം അത് ഒരുപാട് ആലോചിക്കുന്ന ആളൊന്നുമല്ല. പ്രൊവൈഡഡ് എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാവണം. ഒരുപാട് എൻ്റർടൈൻഡ് ആവുന്ന സിനിമയാണെങ്കിൽ ഞാൻ വിചാരിക്കും ബ്രെയിൻലെസ് കോമഡിയോ അല്ലെങ്കിൽ ബ്രെയിൻലെസ് എൻ്റർടൈനറോ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. പക്ഷേ ഈ സിനിമയിൽ ഒരു ഇമോഷണൽ കണക്റ്റ് ഇല്ല. ലോജിക് എന്ന് പറഞ്ഞ സംഭവം ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടൊന്നുമില്ല. എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു ഉദ്ദേശം, അതും കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് 3D എഫക്റ്റും ഇല്ല. സിനിമേൻ്റെ ഏകദേശം ഒരു മുക്കാഭാഗമൊക്കെ ആകുന്ന സമയത്ത് എഴുന്നേറ്റ് പോയാലെന്ന് വിചാരിച്ചു പോയി. പിന്നെ ചുമ്മാ കണ്ടിരുന്നു. ഒരു ഹൈ തരാത്ത പ്രത്യേകിച്ച് ഒരു ഗ്രാഫ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാത്ത ഒരു സിനിമ. വെറുപ്പിച്ചിട്ടില്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, വെറുപ്പിച്ചിട്ടൊന്നുമില്ല. വേറെ സിനിമകളെല്ലാം കണ്ടിട്ടുണ്ട്. ഇത് പിന്നെ 3Dയിൽ കണ്ടു കഴിഞ്ഞാൽ എത്രയെങ്കിലും ഉണ്ടാവും. റിവ്യൂസൊന്നും വലിയ തീരെ പോരാ. പക്ഷെ എന്നാലും ഞാൻ 3D എക്സ്പെക്റ്റേഷനിലാണ് പോയി കണ്ടത്. എന്നിട്ട് തന്നെ എനിക്കത്ര വലിയൊരു ഗംഭീര സിനിമയായിട്ട് തോന്നിയില്ല. ഞാൻ ഒരിക്കലും ആൾക്കാർക്ക് ഇത് റെക്കമെൻഡ് ചെയ്തില്ല തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്നൊന്നും.